ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത് ചിലങ്കയാണ്. ഈ ചിലങ്ക നമ്മൾ എന്തിനാണ് ധരിക്കുന്നത്? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതോ അത് ജസ്റ്റ് ഒരു ആഭരണമാണോ? നമുക്ക് നോക്കിയാലോ. ഹായ്, ദിസ് ഇസ് പാർവതി ഫ്രം പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ. ഡാൻസിൽ ചിലങ്ക വെറും ഒരു ആഭരണമാണോ? ഒരിക്കലും അല്ല. ചിലങ്ക ഒരു ഡാൻസറിന്റെ താളത്തിന്റെയും അച്ചടക്കത്തിന്റെയും കലയോടുള്ള സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ഓരോ കാൽവെപ്പും സംഗീതത്തിന്റെ താളവുമായി കൃത്യമായി യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ചിലങ്കയുടെ നാദം നമ്മെ അറിയിക്കുന്നു. എന്നാൽ ഒരു സംശയം എല്ലാവർക്കും മനസ്സിൽ കാണും. എപ്പോഴാണ് ഈ ചിലങ്ക ധരിക്കേണ്ടത്? അത് പല നൃത്തവിദ്യാലയങ്ങളിലും പല രീതിയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സംശയം വരുന്നത്. ഇന്ന് പല ഡാൻസ് സ്കൂളുകളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ തന്നെ അവരായിട്ട് ചിലങ്ക നൽകുകയോ അല്ലെങ്കിൽ നമ്മളോട് വാങ്ങാൻ ആവശ്യപ്പെടുകയോ ചെയ്യാറുണ്ട്. പക്ഷേ പരമ്പരാഗത ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ കൃത്യമായ പരിശീലനം നേടി ശിഷ്യൻ ഒരു അരങ്ങേറ്റത്തിന് പാകമായി എന്ന് ഗുരു അംഗീകരിക്കുന്ന സമയത്താണ് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ചിലങ്ക ധരിപ്പിക്കുന്നത്. ഇതിനെ ചിലങ്ക പൂജ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതുകൊണ്ട് ചിലങ്ക ധരിക്കുന്ന സമയം സ്ഥാപനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരിക്കലും മാറുന്നില്ല എന്നതാണ് സത്യം. ചിലങ്ക വെറും മണികളുടെ കൂട്ടമല്ല. അത് ഗുരുവിന്റെ അനുഗ്രഹവും ശിഷ്യന്റെ പരിശ്രമവും താളത്തോടുള്ള പ്രതിബദ്ധതയും കലയോടുള്ള ആത്മസമർപ്പണവുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചിലങ്കയുടെ നാദവും ഒരു നർത്തകന്റെ അല്ലെങ്കിൽ നർത്തകിയുടെ യാത്രയുടെ കഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഒരു ഡാൻസറിന്റെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള താളവും പരിശ്രമവും കൂടി എല്ലാവരും ഓർക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ ഫോളോ ചെയ്യുക. നന്ദി.